വെൽക്കം ടു ലേണിംഗ് ഫോർ ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികളെ ഓൺലൈൻ ക്ലാസ്സിൽ പിടിച്ചിരുത്താനുള്ള കിടിലൻ വഴികളുമായിട്ടാണ്. പാരൻസ് വിഷമിക്കുന്ന കാണും, എൻ്റെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ശ്രദ്ധ കിട്ടുന്നില്ല, ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കാൻ മടിയാണ്. ഞാൻ ഈ പറയുന്നത് ചെറിയ കുട്ടികളെ പറ്റിയാണ്. വലിയ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ചെറിയ കുട്ടികൾ അവർ പുതിയതാണ്, അവർ ഓൺലൈൻ ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റോട് കൂടി ഇരിക്കാനായിട്ട് കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ടിപ്പ്: ഫെമിലറൈസ് യുവർ സെൽഫ് വിത്ത് ദ വെർച്വൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. നമ്മൾ പാരൻസ് കുട്ടികളെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുത്തുന്നതിന് മുന്നേ ഏതൊക്കെ ആപ്സ് ആണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നത്, ഏത് ടൈമിംഗ് ആണ്, അസൈൻമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് നൽകുന്നത്, ഇതിനെപ്പറ്റി നമുക്കും കുറച്ച് ധാരണ വേണം. അതോടുകൂടിയാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് അവരെ ആദ്യം തന്നെ ഇരുത്തേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പ്ലാറ്റ്ഫോമിനെ പറ്റിയും ഈ ആപ്പുകളെ പറ്റിയും സൂം, വെബ് ഇതൊക്കെ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും നമ്മൾ ഫെമിലറൈസ് ആയിരിക്കണം. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. എൻജോയ് ക്ലാസ് വിത്ത് യുവർ ചൈൽഡ് ആസ് എ ചൈൽഡ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് സ്റ്റോറീസിലൂടെയും പാട്ടിലൂടെയൊക്കെ ആയിരിക്കും ടീച്ചേഴ്സ് ചിലപ്പോൾ ക്ലാസ് എടുക്കുക. അപ്പം നമ്മളും അവരുടെ ഒപ്പം ഇരുന്ന് അതുപോലെ എൻജോയ് ചെയ്യാണ്. പാട്ട് പാടുമ്പോഴൊക്കെ പാടുക, എൻജോയ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ആവും. ഇനി വർക്കിംഗ് പാരൻസ് ആണെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് കുട്ടികളോട് എന്തൊക്കെ പഠിപ്പിച്ചു അതൊക്കെ നല്ല ഇൻട്രസ്റ്റോടുകൂടി, എന്തൂസിയാസത്തോടുകൂടി, ആകാംക്ഷയോടുകൂടിയൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് വീണ്ടും ക്ലാസ്സിലിരിക്കാനും നമ്മളോട് അതിനെപ്പറ്റിയൊക്കെ പറയാനുമുള്ള ഇൻട്രസ്റ്റ് കൂടുതലാവും. അപ്പോൾ എല്ലാ ദിവസവും കുട്ടികളായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്തൊക്കെ പഠിച്ചു ഇതൊക്കെ ചോദിക്കുക. നെക്സ്റ്റ് ടിപ്പ്: ഇൻവോൾവ് ചിൽഡ്രൻ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ദ ക്ലാസ്. നമ്മൾ സ്കൂളിലേക്ക് ആദ്യമായിട്ട് വിടുകയാണെങ്കിൽ കുട്ടികളുടെ കൂടെ നിന്ന് നമ്മൾ ബുക്കുകൾ എടുത്ത് വെക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും, അവരെയും അതിൻ്റെ കൂടെ കൂട്ടും. നമ്മളെല്ലാവരോടും സ്കൂളിൽ പോവാണെന്നൊക്കെ പറഞ്ഞു പോകും അല്ലേ. ഇത് മിക്ക സ്ഥലത്തും കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ എണീക്കുക, ബ്രഷ് ചെയ്യുക, അവരെ കൊണ്ടുപോയി ഓൺലൈൻ ക്ലാസ്സിലിരുത്തുക. അതിന് പകരം അവരുടെ കൂടെ ഇൻവോൾവ് ചെയ്ത് ക്ലാസ്സിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ബുക്സ് എടുത്ത് വെക്കുക, ഇന്നത്തെ ടോപ്പിക് എന്താണെന്നൊക്കെ അവരോട് സംസാരിക്കുക. അങ്ങനെ അവരുടെ കൂടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ ഇനി മുതൽ അവരെ ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളും അവരുടെ കൂടെ കൂടുക. നെക്സ്റ്റ് സ്റ്റെപ്പ്: സെറ്റപ്പ് എ ഡെസിഗ്നേറ്റഡ് സ്റ്റഡി സ്പേസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി സ്പേസ് കൊടുക്കുക. അത് എപ്പോഴെപ്പോഴും ചേഞ്ച് ചെയ്യാതിരിക്കുക. അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ സ്പേസിൽ അവർക്ക് ഇരിക്കാനുള്ള സീറ്റ് കംഫർട്ട് ആക്കി കൊടുക്കുക. ഒരുപാട് കംഫർട്ട് കൊടുക്കുന്നത് ചിലപ്പോൾ ഉറക്കം തൂകാനുള്ള ചാൻസ് ഉണ്ട്. അവർക്ക് നേരെ ഒന്ന് ഇരിക്കാൻ, അവർക്ക് ആവശ്യമുള്ള ബുക്സ്, അവർക്ക് ആവശ്യമുള്ള പെന്ന്, ഇതെല്ലാം അവർക്ക് ആക്കി കൊടുക്കുക. ഒരുപാട് സൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് പവർ ഓഫ് എ ഷെഡ്യൂൾ. മിക്ക സ്ഥലത്തും കുട്ടികൾ ഇപ്പോൾ ഒരു വെക്കേഷൻ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ അതുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ അവർക്കൊരു ടൈം ടേബിൾ ഉണ്ടാവും. സ്കൂൾ ടൈം ടേബിളൊക്കെ പോലെ തന്നെ ഓൺലൈൻ ടൈം ടേബിൾ, ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കാനുള്ള ടൈം ടേബിൾ, എണീക്കുന്ന സമയം, ഫുഡ് കഴിക്കുന്ന സമയം, കളിക്കാനുള്ള സമയം, ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയം, പഠിക്കാനുള്ള സമയം, അങ്ങനെ കൃത്യമായ ഷെഡ്യൂളോട് കൂടി മാത്രം അവരെ മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെയായിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഉറക്കം കിട്ടണം, അവർ നല്ല കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കണം. ഇനി നമ്മളിങ്ങനെ കുറച്ച് ദിവസം അവരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ട്രാക്കിലേക്ക് ഈസി ആയിട്ട് വരും. അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ പറയുന്നത്. കണ്ടോ, ഓരോ ടൈമും കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പാണ് ഇങ്ങനെ ഒരു ഷെഡ്യൂളിൽ വരികയാണെങ്കിൽ കുട്ടികൾ വേഗം ട്രാക്കിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഇവർക്ക് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈം കൊടുക്കണം, പ്ലേ ടൈം കൊടുക്കണം, ഫാമിലി ടൈം കൊടുക്കണം, അക്കാദമിക് ടൈം കൊടുക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് കൃത്യമായ ഉറക്കം കിട്ടണം. വെക്കേഷൻ പോലെ അവർ രാത്രി തോന്നുമ്പോൾ ഉറങ്ങുക, തോന്നുമ്പോൾ എണീക്കുക, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഉറക്കച്ചടവോടെ ഇരിക്കുകയും ക്ലാസ് വളരെ ബോറിംഗ് ആയിട്ടൊക്കെ അവർക്ക് തോന്നുകയും ചെയ്യും. കൃത്യമായ ഉറക്കം അവർക്ക് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് കൃത്യമായ ഹെൽത്തി ഫുഡ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കുന്നതിന് മുന്നേ തന്നെ കൊടുക്കുക. അവർക്ക് വിശന്നിരുന്നാലും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ TV കാണുന്ന കാര്യം. ഇപ്പോൾ ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുകയാണ്, ആ സമയത്ത് എല്ലാ ദിവസവും ഹോംവർക്ക് ഉള്ളതുപോലെ ഇല്ല എന്ന് കരുതിയിട്ട് കുട്ടികളെ TV കാണാനായിട്ട് അനുവദിക്കരുത്. കൃത്യമായ ഷെഡ്യൂളിൽ തന്നെ നമ്മൾ പോകണം. TV കാണാനും കളിക്കാനും കൊടുത്തിരിക്കുന്ന സമയം മാത്രം അവർക്ക് കളിക്കാനായിട്ട് കൊടുക്കുക. അല്ലാതെ ഒരു ദിവസം ഫ്രീ ആണെന്ന് കരുതി അവരെ ആ ഷെഡ്യൂളിൽ നിന്ന് ചേഞ്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഷെഡ്യൂൾ തെറ്റിപ്പോകും. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ബ്രേക്ക് സച്ച് ആസ്
സ്നാക്ക് ടൈം ആൻഡ് റെസസ്. ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാതെ ഇടയ്ക്ക് അവർക്ക് ബ്രേക്ക് ടൈം കൊടുക്കുക, അവർക്കൊന്ന് എണീറ്റ് നിൽക്കാനുള്ള ഒരു ടൈം കൊടുക്കുക, ഇടയ്ക്ക് ഒന്ന് റിലാക്സേഷനൊക്കെ ടൈം കൊടുക്കുക. ഇനി മിക്ക പാരൻസും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇടപഴകിയിട്ടുണ്ടാവും. അവരുടെ ആ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ടൈം അവർക്ക് നഷ്ടപ്പെട്ടു അല്ലേ? അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും സങ്കടവും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഫ്രണ്ട്സുമായിട്ട് കൂടുതലും പറ്റുവാണെങ്കിൽ വീഡിയോ ചാറ്റ്സ് ഒക്കെ ചെയ്യുക. കാരണം ഇപ്പോൾ വീഡിയോ ചാറ്റിംഗ് ആപ്സ് ഒക്കെ അവൈലബിൾ ആണ്. അത് അവർക്ക് നൽകുന്ന ഇഷ്ടവും ഒരു ഇൻട്രസ്റ്റും അവരുടെ ആ ഒരു സന്തോഷവും ഒക്കെ വളരെ വലുതായിരിക്കും. ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടികളുടെ ആ ഫ്രസ്ട്രേഷനും പല കാര്യങ്ങളോടുള്ള മടി, ദേഷ്യം ഇതൊക്കെ മാറും. അവർ പല രീതിയിലായിരിക്കും അത് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി മുതലേ നമ്മുടെ കുട്ടികളെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് വീഡിയോ ചാറ്റിനൊക്കെ നിങ്ങൾ അലോ ചെയ്യുക. സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഉണ്ടായിരിക്കും, അവരെന്താണ് ചെയ്യുന്നത്, ആരെയാണ് വിളിക്കുന്നത് എന്നുള്ളതിൻ്റെ. അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. മിക്സ് സ്ക്രീൻ ടൈം വിത്ത് ഓൾ സ്കൂൾ ലേണിംഗ് മീഡിയംസ്. നമ്മൾ ഫുള്ളായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറാതെ ഓൺലൈനും ഓഫ്ലൈനും മിക്സ് ആയിട്ട് കൊണ്ടുപോവുക. ആഫ്റ്റർ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് ശേഷം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഹാർഡ് കോപ്പീസ്, പ്രിന്റഡ് കോപ്പീസ്, നമ്മുടെ ബുക്സ്, പിന്നെ അതുപോലെ തന്നെ അവർക്ക് എഴുതാനുള്ള മെറ്റീരിയൽസ്, ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ, ആദ്യമായിട്ടാണ് ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതെങ്കിൽ അവർക്ക് എങ്ങനെ പെൻ വെച്ചിട്ട് എഴുതാം, അങ്ങനെ നമ്മൾ നമ്മളെ കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറച്ച് സ്റ്റോറീസിലൂടെ എഴുതി പ്രിന്റഡ് ബുക്സിലൂടെ ഒക്കെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവരുടെ സ്ക്രീൻ ടൈം കുറയുകയും ചെയ്യും, അവർക്ക് ഒരു മീഡിയം തന്നെ യൂസ് ചെയ്യുന്നതിൻ്റെ ബോറടി മാറ്റാനും പറ്റും. നെക്സ്റ്റ് പോയിന്റ്, പ്രൈസ് ആൻഡ് അലൈൻ കോൺസിക്വൻസ്. നമ്മൾ നമ്മുടെ കുട്ടികളെ എപ്പോഴും സിൻസിയർ ആയിട്ട് അഭിനന്ദിക്കുക. അവർ നന്നായിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ, ഇന്ന് നീ നന്നായിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നു, ഐ ആം സോ പ്രൗഡ്, വെൽ ഡൺ, അങ്ങനെ അവർ നമ്മൾ നല്ല വാക്കുകളിലൂടെ നമ്മൾ അഭിനന്ദിക്കുക. നമ്മൾ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ നല്ല കാര്യങ്ങൾ തന്നെ പറയണം. അതുപോലെ തന്നെ അവരെ കോൺസിക്വൻസസ് മനസ്സിലാക്കണം. ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നില്ലെങ്കിലുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അത് അവർക്ക് TV കാണാനുള്ള സമയം ഞാൻ തരില്ല, നീ ഇന്ന് ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നില്ലെങ്കിൽ ഈ ഡോൺ അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട ടോയ് ഞാൻ ഇന്ന് തരില്ല, അങ്ങനെ അവർക്ക് കോൺസിക്വൻസസ് പറഞ്ഞ് മനസ്സിലാക്കുക. നെക്സ്റ്റ് പോയിന്റ്, ബിൽഡ് എ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ചൈൽഡ് ടീച്ചേഴ്സ്. നമ്മൾ നമ്മളുടെ കുട്ടികളുടെ ടീച്ചേഴ്സുമായിട്ട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മുടെ കുട്ടികളെ പോലെ തന്നെ അവരും ഈ പ്ലാറ്റ്ഫോമിൽ പുതിയതായിരിക്കും. അപ്പോൾ നമ്മളുടെ സജഷൻസ്, അവരുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. നിങ്ങളുടെ കുട്ടി എങ്ങനെ ക്ലാസ്സിൽ പെർഫോം ചെയ്യുന്നു എന്ന് കുട്ടികളുടെ ടീച്ചേഴ്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, എൻകറേജ് ആൻഡ് മോട്ടിവേറ്റ്. നമ്മൾ നമ്മളുടെ മനസ്സിലെ നെഗറ്റീവ് എനർജി നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കാതിരിക്കുക. ഈ ഓൺലൈൻ ക്ലാസ് വളരെ ബുദ്ധിമുട്ടാണ്, ഈ ഓൺലൈൻ ക്ലാസ് ഒന്നും വേണ്ടായിരുന്നു, ഇനി എന്നാണ് അവർക്കൊന്ന് സ്കൂളിൽ പോകാൻ പറ്റുക, അങ്ങനെ നമ്മൾ നമ്മളുടെ കുട്ടികളിലേക്ക് പതിയെ പതിയെ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. നമ്മളും എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ എന്താ, നമ്മുടെ കുട്ടികൾക്ക് പഠിച്ചാൽ മതി, അങ്ങനെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. ഇനി ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരിക്കലും ഇതിന് നമ്മൾ വെക്കേഷൻ ടൈമായിട്ട് കുട്ടികൾക്ക് ട്രീറ്റ് ചെയ്യാതിരിക്കുക. ചില കുട്ടികൾ അവർക്ക് തോന്നുമ്പോൾ കളിക്കും, തോന്നുമ്പോൾ ഉറങ്ങും, തോന്നുമ്പോൾ ഫുഡ് കഴിക്കും, തോന്നുമ്പോൾ പഠിക്കും. ആ ഒരു രീതി മാറ്റുക, കറക്റ്റ് ഷെഡ്യൂളിൽ പോവുക. ഞാൻ പ്രത്യേകം പറയാണ്, കുട്ടികൾക്ക് കളിക്കാനുള്ള സമയവും കൊടുക്കണം, ഫാമിലി ടൈമും കൊടുക്കണം നിർബന്ധമായിട്ടും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് കളിക്കാനും ഫാമിലി ടൈമും കൊടുക്കരുതെന്നല്ല, പക്ഷെ അവർക്കൊരു വെക്കേഷൻ ഫീല് കൊടുക്കാതിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, നമ്മുടെ കുട്ടികളെ വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മുടെ വീട്ടിലെ കുട്ടിയായിട്ടോ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയായിട്ടോ ഫ്രണ്ട്സിന്റെ മക്കളായിട്ടോ ഒരിക്കലും നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുക. അവര് നന്നായിട്ടിരിക്കും, എൻ്റെ മോൻ ഇരിക്കുന്നില്ല, അങ്ങനെ അവര് അങ്ങനെ പറയാതിരിക്കുക. നമ്മുടെ കുട്ടികൾക്ക് അത് വളരെ വിഷമാവും. പിന്നെ എന്തായാലും അമ്മയും അച്ഛനും ഇങ്ങനെ പറഞ്ഞു, എന്നാൽ പിന്നെ ഇനി ഇരിക്കണ്ട, അങ്ങനെ ഒരു തോന്നൽ പോലും വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മുടെ കുട്ടികളെ വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ഡോണ്ട് ബ്രൈബ് യുവർ ചൈൽഡ് ടു സിറ്റ് ഫോർ ദ ക്ലാസ്. നമ്മൾ കുട്ടികളെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗിഫ്റ്റ് വാങ്ങിത്തരാം, ചോക്ലേറ്റ് വാങ്ങിത്തരാം, ടോയ് വാങ്ങിത്തരാം, അങ്ങനെ അവർക്ക് വാഗ്ദാനങ്ങൾ നൽകി അവർ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കാതിരിക്കുക. കാരണം പിന്നെ അവർ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും, എനിക്കിത് തന്നാലേ ഞാൻ ഇരിക്കൂ, എനിക്ക് ഈ സാധനം വാങ്ങി തന്നാലേ ഞാൻ ഇരിക്കൂ. ആ ഒരു സിറ്റുവേഷൻസ് നമ്മൾ ഒഴിവാക്കുക. ഒരിക്കലും നമ്മുടെ കുട്ടികളെ ഒന്നും പറഞ്ഞ് ബ്രൈബ് ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്,
ഡോണ്ട് പുഷ് ആൻഡ് ഡോണ്ട് സ്ട്രെസ് ഔട്ട്. നമ്മൾ നമ്മുടെ കുട്ടികളെ ഒരുപാട് സ്ട്രെസ് ചെയ്യാതിരിക്കുക. നമ്മുടെ മക്കളെ നമ്മൾ മനസ്സിലാക്കുക, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്താണ് അവരുടെ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കുക. അവർക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കാനായിട്ട് എന്തൊക്കെയാണ് അവർ അലട്ടുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ അവരെ സ്ട്രെസ് ചെയ്യാതിരിക്കുക. നീ ഇരുന്നേ പറ്റുള്ളൂ, നീ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അവരെ പുഷ് ചെയ്ത് സ്ട്രെസ് ചെയ്യാതിരിക്കുക. അവർക്കും കുറച്ച് ടൈം കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ വഴികളൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കാൻ നോക്കൂ. നിങ്ങളുടെ കുട്ടികളുടെ മടി, ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കാനുള്ള ആ ഒരു മടി മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അവർ നല്ല സന്തോഷത്തോடு തന്നെ ഓൺലൈൻ ക്ലാസ്സിലിരിക്കും. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള കിടിലം വഴികളായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.